welcome back to Cute Fairy World. Guys, അപ്പോൾ ഇനി നമ്മുടെ ചാനലിൽ സെക്കൻഡ് ലോങ് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് സെക്കൻഡ് ലോങ് വീഡിയോയ്ക്ക് ജേർണലിംഗ് ആണ് ചെയ്യുന്നത്. ഞാൻ ചെയ്യാൻ പോകുന്ന പിങ്ക് തീമിലുള്ള കവായി ജേർണലിംഗ് ആണ്. അപ്പോൾ നമുക്ക് ജേർണലിംഗ് എന്താണെന്ന് ഒരു ഇൻട്രഡക്ഷനിൽ തുടങ്ങാം. ജേർണലിംഗ് നമ്മുടെ ഇങ്ങനെ സ്ട്രെസ്സും ഒക്കെ റിമൂവ് ചെയ്യുന്നൊരു ഇതാണ് ജേർണലിംഗ്. പിന്നെ നമ്മുടെ മെമ്മറീസൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള റൈറ്റിങ്സും ഡ്രോയിങ്സ് യൂസ് ചെയ്താണ് നമ്മൾ ജേർണലിംഗ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന കവായി ജേർണലിംഗ് ആണിത്. വലിയ കാര്യത്തിൽ റൈറ്റിംഗ് ഒന്നും ചെയ്യുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഗൈസ്, അപ്പോൾ എൻ്റെ ബുക്കിൻ്റെ സൈഡിലൊരു കപ്പ് കേക്ക് പിക്ചറുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് ജസ്റ്റ് ഞാൻ കളറിങ് ഹൈലൈറ്റേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് കളർ പെൻസിൽ സ്കെച്ചൊക്കെ യൂസ് ചെയ്യാം. ഞാൻ അവിടെ കളർ പെൻസിൽ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ലൈൻ വട്ടിട്ട് ഔട്ട്ലൈനിങ് ആണ് എൻ്റെ മെയിൻ. അപ്പോൾ ഔട്ട്ലൈനിങ് ചെയ്താൽ കുറച്ച് കവായി ആയിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഔട്ട്ലൈനിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ മോളിൽ ഹോം മെയ്ഡ് ആയിട്ടുള്ള സ്റ്റിക്കറാണ് ഉപയോഗിച്ച് കൊടുക്കുന്നത്. ഹോം മെയ്ഡ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എൻ്റെ അടുത്ത സൈഡിൽ ഞാൻ ഇങ്ങനെ ഇതുപോലത്തെ ഒരു ഡിസൈൻ വരച്ചത് സിഗ്സാഗ് ഒരു ഹൊറിസോണ്ടലിന് ക്രോസ് ചെയ്യുന്ന ഗ്രിഡ് പോലെ, ഹൊറിസോണ്ടൽ അങ്ങനെ ഒരു ഗ്രിഡ് പോലെ ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അതൊക്കെ അതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ എൻ്റെ ഞാൻ ഒരു ബാബി സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത് ഞാൻ കുറച്ച് ഡ്രോയിങ്സ് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. പിങ്ക് കളർ വെച്ചാൽ ഡിഫറെൻറ്റ് കളർ പിങ്ക്സ് നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് സെയിം തീമും കളേഴ്സൊക്കെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് വേറെ വേറെ കളേഴ്സും ഉപയോഗിക്കാം. പറയണ പോലെ നമുക്ക് ഡിഫറെൻറ്റ് തീംസിൽ നമുക്ക് ചെയ്യാം. ജേർണലിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ജേർണലിംഗ് ആയിരുന്നു കവായി സ്റ്റിക്കർ ജേർണലിംഗ് ചെയ്തേക്കണേ. നമുക്കിങ്ങനെ വിൻറ്റേജ് ജേർണൽ ചെയ്യാം. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ജേർണലിംഗ് ചെയ്യാമല്ലോ. അപ്പം നമ്മളിങ്ങനെ ജേർണലിംഗ് വീഡിയോസ് ഇങ്ങനെ അപ്ലോഡൊക്കെ ചെയ്യാം. നിങ്ങൾ വേണമെങ്കിൽ കമൻറ്റും ചെയ്യാം, എങ്ങനത്തെ തീമാണെന്ന് കമൻറ്റും ചെയ്യാം. അതൊക്കെ ഉണ്ട്. ഞാൻ അപ്പോൾ പറഞ്ഞു തന്ന പോലെ ഒട്ടിച്ച സ്റ്റിക്കറിൻ്റെ അടുത്ത് ഞാൻ ഗ്രിഡിലൊരു കേവായിട്ടുള്ളൊരു സ്ക്വയർ പോലെ ഞാൻ വരച്ചിട്ട് അതിൻ്റെ ഒട്ടിയും കുറച്ച് കളറിങ്സും എടുത്തിട്ട് ബ്ലാക്ക് പെന്നും കൊണ്ട് ജസ്റ്റ് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കവായി സ്റ്റിക്കേഴ്സ് ക്യൂട്ടാവാൻ വേണ്ടി സ്റ്റിക്കേഴ്സൊക്കെ സൈഡിലും ഒട്ടിച്ച് കൊടുത്തിട്ട് സൈഡിലേക്ക് ഇങ്ങനെ ഹാപ്പി സാഡ് അങ്ങനെ വരച്ച് എഴുതി കൊടുത്തിട്ട് കേഴ്സീവായിട്ട്. പിന്നെ സൈഡിലൊക്കെ നമുക്കിങ്ങനെ സ്റ്റാർസും ഹാർട്ട്സൊക്കെ നമുക്ക് ഡ്രോ ചെയ്ത് ക്യൂട്ടാക്കാൻ പറ്റുമേ. ഞാൻ സൈഡിൽ ഞാൻ ഹാപ്പീനെ ഞാൻ കേഴ്സീവായിട്ട് എഴുതിയിട്ട് പിന്നെ ഞാൻ എൻജോയ് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കണത്. അത് കഴിഞ്ഞിട്ട് ഞാൻ മുകളിലൊന്ന് വാഷിംഗ് ടേപ്പ് ഒട്ടിച്ച് കൊടുക്കണത്. ഹോം മെയ്ഡ് വാഷിംഗ് ടേപ്പാണ്. അത് കഴിഞ്ഞ് നമ്മൾ വരച്ച എല്ലാം കൂടി ഒന്ന് ഔട്ട്ലൈൻ ഒന്ന് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കി എഴുതുകൊണ്ടൊക്കെ പറഞ്ഞ് നമുക്ക് 7 നോട്ട് വരെയെല്ലാം ഇപ്പം ഞാൻ എഴുതിയിട്ട് പോലെ സെയിം ആയിട്ട് എഴുതുന്നൊന്നുമില്ല. പിന്നെ നമ്മളിങ്ങനെ കളർ ചെയ്യുക ആ ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഒരു ഇതിനെക്കുറിച്ച് അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. അതുപോലെ നമ്മളിങ്ങനെ എഴുതി കൊടുക്കും. അപ്പം ഞാൻ ഇന്നത് ഒന്നും എഴുതി കൊടുക്കുന്നില്ല. പിന്നെ ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ഹാപ്പി അങ്ങനെ നമ്മുടെ മൂഡ് നമ്മുടെ കാര്യങ്ങളെ പറ്റി നമുക്ക് എഴുതി കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയൊക്കെ ചെയ്തുള്ളൂ. അപ്പം എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത എന്തൊക്കെ ചെയ്യണം കമൻറ്റും ചെയ്യണേ. അപ്പോൾ നമ്മളെല്ലാം എഴുതി കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ